ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു നമുക്കെല്ലാം സുപരിചിതമായൊരു മോഡലാണ്. ഫിലിപ്സിൻ്റെ പ്രിൻസ്, അതുപോലെ തന്നെ അപ്സര, ഡെൽട്രോൺ, ഒരുപാട് മോഡലുകൾ റേഡിയോ ഇറങ്ങിയിട്ടുള്ളൊരു മോഡലാണിത്. അപ്പോൾ ഇതുപോലൊരു മോഡലിൽ ഒരു ചാർജിങ് സെറ്റപ്പാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ചാർജിങ് സെറ്റപ്പ് കാണിക്കാൻ കാരണം ഇതിൻ്റെ പുറയിൽ എല്ലാ മോഡലിൻ്റെയും പുറയിൽ ഇതുപോലെ ഹോളുണ്ട്. അവിടെ നമുക്ക് സിമ്പിളായിട്ട് ഈ സാംസങ്ങിൻ്റെ ടൈപ്പ് സോക്കറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റീചാർജബിൾ ആയിട്ടുള്ള റേഡിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ നമ്മുടെ പുതിയതായിട്ടുള്ള വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലുള്ളൊരു സെറ്റപ്പിൽ ഇവിടെയാണ് നമ്മുടെ ചാർജിങ് ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ മുൻപൊരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം പുതിയ ആൾക്കാർക്കാർക്കെങ്കിലും ടെക്നീഷ്യന്മാരല്ലാത്ത ഹോബിയായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് റേഡിയോ റീചാർജബിൾ ആക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് വേറൊരു മെസ്സേജൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ പഴയ ബാറ്ററിയോ നമുക്ക് ഒരു 80 രൂപ അടുത്ത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റൗണ്ട് ടോപ്പ് ബാറ്ററിയോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനം ഈ ടൈപ്പ് ഒരു മൊഡ്യൂളാണ്. അപ്പം ഈ മൊഡ്യൂളാണ് ഇന്നത്തെ ഒരു മെയിനായിട്ടുള്ള നമ്മളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഈ മൊഡ്യൂള് നമുക്കൊരു മാർക്കറ്റിൽ ചെന്ന് നമ്മളൊരു ബാറ്ററി എന്തുപയോഗത്തിനുള്ളതാണെങ്കിലും ഒരു മൊഡ്യൂൾ 3.7 തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഒരു മൊഡ്യൂൾ നമുക്ക് പെട്ടെന്ന് റേറ്റ് കുറഞ്ഞൊരു മൊഡ്യൂളായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് റീചാർജബിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. പുതിയതായിട്ട് തുടങ്ങുന്നവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ ഔട്ട്പുട്ട് മാത്രമുള്ളൊരു ഭാഗവും ഇതുപോലൊരു സിംഗിൾ ICയും ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നൊരു മൊഡ്യൂളായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി 4.2 വോൾട്ട് ആകുമ്പോൾ ഓൾറെഡി സ്റ്റാൻഡ് ബൈ പോലെ ഒരു മോഡലായിട്ട് ഓവർ ചാർജ് ആകാതെ ഈ PCB പ്രൊട്ടക്റ്റ് ചെയ്യും. അതിനാണല്ലോ നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലൊരു PCB നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് വേണ്ട PCB എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബ്ലൂ ടൈപ്പ് PCB ആണ്. എന്താവശ്യത്തിനാണെങ്കിലും ഒരു റേഡിയോ റീചാർജ് ആക്കുന്നതിനാണെങ്കിലും എന്തിനാണെങ്കിലും ഇതുപോലെ ഇതുണ്ടോ, സെക്കൻഡറി ഭാഗം ഒരു ഡ്രൈവർ യൂണിറ്റുള്ള ഡ്രൈവർ സെക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരാഴ്ചയായിരിക്കും. ഇതുണ്ട് നമ്മുടെ മറ്റേ PCBയിൽ ഇതുപോലെ ഡ്രൈവർ സെക്ഷൻ ഇല്ലായിരിക്കും. ചെറിയ ഒരു 30 രൂപ 40 രൂപയുടെ വ്യത്യാസം ഈ രണ്ട് PCBകൾ തമ്മിൽ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരം മറ്റേ PCB ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ രണ്ട് IC ഡ്രൈവ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഇവിടെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കണക്ഷൻ ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു PCB ആണ് നമ്മുടെ ആ ബ്ലൂ കളറുള്ള PCB. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ IC ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്ഫെറ്റ് ഓഫ് ആക്കുകയും ചെയ്യുന്നൊരു വർക്ക് ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് ഒരു റീചാർജിങ് സർക്യൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്ററി സേഫ് ആയിട്ടുള്ളൊരു മോഡിലായിരിക്കും നമുക്ക് ഓണാകുകയും ഓഫ് ആക്കുകയും ചെയ്ത് ഈ PCB കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. 4.2-ൽ ഓവർ കട്ടാവുകയും അത് 2.6-ൽ ലോ കട്ടും ഈ PCBക്കകത്ത് നല്ലപോലെ വർക്ക് ചെയ്യുന്നൊരു PCB ആണ്. അപ്പോൾ നമ്മുടെ സാധാരണ ചെറിയ റേഡിയോകളിലും അതുപോലെ തന്നെ ചെറിയ ലൈറ്റിംഗ് സംവിധാനത്തിലെല്ലാം നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കൂട്ടത്തിൽ പുതിയതായിട്ട് കാണുന്നവർക്ക് ഒരു ഗുണമായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് കൊടുത്തിട്ട്, അപ്പോൾ ഇനി മൊഡ്യൂളിൻ്റെ കണക്ഷൻ നമുക്കൊന്ന് കൊടുക്കാം. മൊഡ്യൂളിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മൊഡ്യൂൾ നമുക്ക് ഈ കണക്ഷനിലേക്ക് ഒന്ന് കൊടുക്കാം. അപ്പം ഞാൻ ബാറ്ററി ഫസ്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയിലേക്ക് ഈ മൊഡ്യൂൾ വെച്ചിട്ട് പോസിറ്റീവും നെഗറ്റീവും കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ സോക്കറ്റിൻ്റെ കണക്ഷൻ ഈ ചാർജിങ് പോയിൻ്റ് ഭാഗം കാണിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഔട്ട്പുട്ട് വയറും കണക്ട് ചെയ്യാം. ഇത് നമ്മളൊന്ന് പഴയ വീഡിയോ കാണിച്ചിട്ടുള്ള, പക്ഷേ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ പൊളാരിറ്റി മാറാതെ നിങ്ങൾക്ക് തന്നെ കൊടുക്കാനുള്ളതുള്ളൂ. എന്നിട്ടുണ്ടോ ഈ പൊസിഷനിൽ നമുക്ക് ഇതിവിടെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വർക്ക് ചെയ്യും. ഇനി ഒരു ചാർജിങ് നമ്മുടെ അഡാപ്റ്റർ കൊടുത്തു കഴിയുന്നുണ്ടോ, ഇതിൻ്റെ റെഡ് ലൈറ്റ് കത്തും. കുറച്ച് നേരം നമുക്ക് ചാർജിങ്ങിന് ഇടാം. അപ്പോൾ നമുക്ക് ബാറ്ററി ഫുള്ളായി കഴിഞ്ഞു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ നമുക്ക് പിന്നെ ലഭിക്കുന്നതാണ് അതിനകത്ത്. ഓക്കെ, ഒരു ബ്ലൂ ലൈറ്റ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതുണ്ടോ, നമ്മുടെ ബാറ്ററി ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, വേറൊന്നുമില്ല. നമ്മുടെ റേഡിയോയുടെ ലോഡ് എവിടെ കൊടുക്കും, നമ്മുടെ PCBയുടെ സപ്ലൈ ഔട്ടെന്ന് ചെയ്യുന്ന പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുക. കൊടുത്ത് ഓണാക്കി കഴിയുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ റേഡിയോ വർക്ക് ചെയ്യും. ഇപ്പോൾ കണ്ടോ, ബാറ്ററി ഒന്നുമില്ല, AC നമ്മൾ കൊടുത്തിട്ടില്ല, അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് വർക്കാവുന്നുണ്ട്.
വളരെ സിമ്പിളൊരു മെത്തേഡിൽ ഇതുപോലൊരു പി സി ബി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ഇതെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബാറ്ററിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ചാർജിങ്ങിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും വെക്കണ്ട. നമുക്ക് ആ ബാക്ക് സൈഡിൽ ഇതിൻ്റെ എല്ലാ കേസിൻ്റെ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലെ പി സി ബി സെറ്റ് ചെയ്യുമ്പം അതിൻ്റെ ആ LED നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻഡിക്കേഷൻ അവിടെ കിട്ടും. അപ്പോൾ ആ ചാർജിങ് സെറ്റപ്പും നമുക്ക് വേറെ സെറ്റ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പം ബാറ്ററി പ്രൊട്ടക്ഷനും കിട്ടുന്ന നല്ലൊരു ബോർഡാണ്. നമ്മുടെ വീഡിയോ കണ്ട് പുതിയതായിട്ടൊക്കെ ചെറിയ വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ്. ബാറ്ററിയാണ് റേഡിയോയ്ക്ക് ഏറ്റവും ബെറ്റർ. അത് ലൈനിലുണ്ടാകുന്ന ഇൻഡക്റ്റൻസ്, ഇൻ്റർഫറൻസ്, അതുപോലുള്ള ഇൻഡക്ഷനൊക്കെ ഒഴിവാക്കി കിട്ടും. അതുകൊണ്ട് സിഗ്നൽ നമുക്ക് നല്ലപോലെ റിസീവ് ചെയ്യാൻ പറ്റും. തന്നെയല്ല, 2 തവണ നമ്മൾ ബാറ്ററി മേടിക്കുന്ന പൈസ കൊണ്ട് ഇതുപോലൊരു സർക്യൂട്ട് ഉണ്ടാക്കി നല്ല രീതിയിൽ നമുക്ക് പ്രോഗ്രാം കേൾക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.